എല്ലാവർക്കും ഹാജാസ് ക്ലാസ്സസിലേക്ക് ഹൃദ്യമായ ഹാർദമായ സ്വാഗതം. നമ്മളിതൊരു മോക്ക് ടെസ്റ്റ് ആണ്. ഇതിനകത്ത് എല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. ഒരു തവണ അല്ലെങ്കിൽ രണ്ട് തവണ പരീക്ഷകളിൽ ചോദിച്ച ചോദ്യങ്ങളാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. ഇതിലെ പല ചോദ്യങ്ങളും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് എന്നതുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. എല്ലാവരും OMR ഷീറ്റിൽ തന്നെ പരീക്ഷ എഴുതി ശീലിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്നും അങ്ങനെ തന്നെ ആവണം. എത്ര മാർക്ക് നിങ്ങൾക്ക് കിട്ടുന്നു എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം എക്സാമിനേഷൻ കഴിയുമ്പോൾ. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ഏത് കായിക ഇനത്തിലാണ് അർമാൻഡ് ഡുപ്ലാന്റിസ് ലോക റെക്കോർഡ് സ്ഥാപിച്ചത്? അപ്പോൾ ചോദ്യം ഇങ്ങനെയാണ്: ഏത് കായിക ഇനത്തിലാണ് അർമാൻഡ് ഡുപ്ലാന്റിസ് ലോക റെക്കോർഡ് സ്ഥാപിച്ചത്? ഉത്തരം പോൾ വാട്ട്. പോൾ വാട്ട് ഇനത്തിലാണ് അർമാൻഡ് ഡുപ്ലാന്റിസ് ലോക റെക്കോർഡ് സ്ഥാപിച്ചത്. അപ്പോൾ പോൾ വാട്ടാണ് അദ്ദേഹത്തിൻ്റെ ഇനം. അദ്ദേഹം സ്വീഡൻ സ്വദേശിയാണ് കേട്ടോ. സ്വീഡൻ സ്വദേശിയാണ്. നിരവധി തവണ അദ്ദേഹത്തിന് ലോക റെക്കോർഡ് സ്വന്തമാക്കിയിട്ടുണ്ട്. പോൾ വാട്ടിലെ 6 മീറ്ററിൽ കൂടുതലായി അദ്ദേഹം ചാടി. വേൾഡ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പുകളിൽ നിരവധി തവണ സ്വർണ്ണ മെഡൽ ജേതാവ് കൂടിയാണ് അർമാൻഡ് ഡുപ്ലാന്റിസ്. ഓക്കെ, അപ്പോൾ കായിക ഇനം നന്നായിട്ട് പഠിക്കേണ്ട ഒരു ഭാഗമാണ്. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരികയാണ്. രണ്ടാമത്തെ ചോദ്യം: കേന്ദ്ര കിഴങ്ങ് ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്ത മൊസൈക്ക് രോഗത്തെ ചെറുക്കാൻ ശേഷിയുള്ള മരച്ചീനി ഇനം ഏതാണ്? മരച്ചീനി ഇനത്തെ ഏറ്റവും കൂടുതലായി ബാധിക്കുന്ന ഒരു രോഗമാണ് മൊസൈക്ക് രോഗം. അതിനെ ചെറുക്കാൻ കഴിയുന്ന മരച്ചീനി ഇനം ഏതാണ്? 4 ഓപ്ഷനുകളുണ്ട്. ഉത്തരം ശ്രീ ശക്തിയാണ്. ശരിയായ ഉത്തരം ശ്രീ ശക്തിയാണ്. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക്: തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്തുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ ബാലറ്റിൽ പകരം ഏർപ്പെടുത്തിയ സംവിധാനം എന്താണ് എന്നതാണ് ചോദ്യം. ഉത്തരം എൻഡ് ബട്ടൺ എന്നാണ്. ഉത്തരം എൻഡ് ബട്ടൺ എന്നാണ്. അടുത്ത ചോദ്യത്തിലേക്ക്, നാലാമത്തെ ചോദ്യത്തിലേക്ക് വരുന്നു. നാലാമത്തെ ചോദ്യം: BK തിരുവോത്ത് രചിച്ച ആധികാരികതകളെ ഞെട്ടിച്ച ഓഗസ്റ്റ് സ്ഫോടനങ്ങൾ എന്ന പുസ്തകം കേരളത്തിലെ ഏത് സ്വാതന്ത്ര്യ സമര സേനാനിയുടെ ജീവചരിത്രമാണ്? BK തിരുവോത്ത് രചിച്ച ആധികാരികതകളെ ഞെട്ടിച്ച ഓഗസ്റ്റ് സ്ഫോടനങ്ങൾ എന്ന പുസ്തകം കേരളത്തിലെ ഏത് സ്വാതന്ത്ര്യ സമര സേനാനിയുടെ ജീവചരിത്രമാണ്? ഉത്തരം KB മേനോൻ. ഡോക്ടർ KB മേനോൻ്റെ ജീവചരിത്രമാണ് അത്. അഞ്ചാമത്തെ ചോദ്യം: 2025 ഫിഫ കപ്പ് ലോകകപ്പ് ജേതാക്കൾ. ഓക്കെ, അതിലെ ചാമ്പ്യൻഷിപ്പിലെ ജേതാക്കൾ ആരാണ്? 2025 ഫിഫ ക്ലബ്ബ് ലോകകപ്പ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിലെ ജേതാക്കൾ ആരാണ് എന്നതാണ് ചോദ്യം. ശരിയായ ഉത്തരം ചെൽസിയാണ്. ഉത്തരം ചെൽസിയാണ് ശരിയായ ഉത്തരം. ആറാമത്തെ ചോദ്യം: തന്നിരിക്കുന്നവയിൽ ഏത് ബാങ്കിൻ്റെ ആദ്യ വനിതാ ബ്രാൻഡ് അംബാസിഡറായിട്ടാണ് ഇന്ത്യൻ ക്രിക്കറ്റ് താരം ഹർമൻപ്രീത് കൗർ തിരഞ്ഞെടുക്കപ്പെട്ടത്? ആറാമത്തെ ചോദ്യം: ഏത് ബാങ്കിൻ്റെ ആദ്യത്തെ വനിതാ ബ്രാൻഡ് അംബാസിഡറായിട്ടാണ് ഇന്ത്യൻ ക്രിക്കറ്റ് താരം ഹർമൻപ്രീത് കൗർ തിരഞ്ഞെടുക്കപ്പെട്ടത്? ശരിയായ ഉത്തരം പഞ്ചാബ് നാഷണൽ ബാങ്ക്. ശരിയായ ഉത്തരം പഞ്ചാബ് നാഷണൽ ബാങ്ക് എന്നാണ്. അടുത്ത ചോദ്യത്തിലേക്ക് വരുന്നു. 2026 പുരുഷ T20 ലോകകപ്പിൽ ഇന്ത്യൻ ടീമിൻ്റെ നായക സ്ഥാനം ആർക്കാണ്? അപ്പോൾ അടുത്ത ചോദ്യം, ഏഴാമത്തെ ചോദ്യം ഇങ്ങനെയാണ്: 2026 പുരുഷ T20 ലോകകപ്പിൽ ഇന്ത്യൻ ടീമിൻ്റെ നായകസ്ഥാനം നമുക്ക് എല്ലാവർക്കും അറിയാം. 2020 നായകസ്ഥാനം എന്ന് പറയുന്നത് സൂര്യകുമാർ യാദവ് ആണ്. അടുത്ത എട്ടാമത്തെ ചോദ്യം: റോഡ് സുരക്ഷാ നയം നടപ്പാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? റോഡ് സുരക്ഷാ നയം നടപ്പാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? ഉത്തരം രാജസ്ഥാനാണ്. ഉത്തരം രാജസ്ഥാൻ. ഉത്തരം രാജസ്ഥാനാണ്. അടുത്തത് ഒൻപതാമത്തെ ചോദ്യമാണ്. ഒൻപതാമത്തെ ചോദ്യം: നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമങ്ങൾക്ക് വിരുദ്ധമായി നടത്തുന്ന പ്രവർത്തനങ്ങൾ കണ്ടെത്തുന്നതിനായി വിജിലൻസ് വകുപ്പ് നടത്തിയ പരിശോധനയ്ക്ക് നൽകിയിരിക്കുന്ന പേര് എന്താണ്? ഉത്തരം ഇങ്ങനെയാണ്: ഓപ്പറേഷൻ ഹരിത കവചം. ഓപ്പറേഷൻ ഹരിത കവചം. അടുത്ത ചോദ്യം, പത്താമത്തെ ചോദ്യം: ലെനകാപാവിർ എന്ന മരുന്നിൻ്റെ കുത്തിവയ്പ് ഏത് രോഗത്തിനെതിരായ പ്രതിരോധത്തിന് ഫലപ്രദമാണെന്നാണ് തെളിഞ്ഞിട്ടുള്ളത്? ഇപ്പോൾ നല്ലൊരു ചോദ്യമാണ്. ഉത്തരം HIV, ഹ്യൂമൻ ഇമ്മ്യൂണോ വൈറസ്. എയ്ഡ്സിന് കാരണമാകുന്ന ഒരു വൈറസാണ് HIV. ലെനകാപാവിർ എന്ന മരുന്നിൻ്റെ കുത്തിവയ്പ് ഏത് രോഗത്തിനെതിരായ പ്രതിരോധത്തിന് ഫലപ്രദമാണെന്ന് തെളിഞ്ഞു? ഉത്തരം HIV-ക്ക്.
അടുത്ത 11ാമത്തെ ചോദ്യത്തിലേക്ക് വരുന്നു. ഏത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ് കെയർ സ്റ്റാർമർ? കെയർ സ്റ്റാർമർ ഏത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ്? ഉത്തരം ബ്രിട്ടന്റെ പ്രധാനമന്ത്രിയാണ് കെയർ സ്റ്റാർമർ. അടുത്ത 12ാമത്തെ ചോദ്യം, കേരളത്തിലെ ഏത് ക്ഷേത്രത്തിലെ ഓണവില്ലിനാണ് ലോഗോയും വ്യാപാര മുദ്രയും ഉള്ളത്? കേരളത്തിലെ ഏത് ക്ഷേത്രത്തിലെ ഓണവില്ലിനാണ് ലോഗോയും വ്യാപാര മുദ്രയും ഉള്ളത്? ഉത്തരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം. ഉത്തരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം. 13ാമത്തെ ചോദ്യത്തിലേക്ക്, 2023-24 പുറത്തുവിട്ട നീതി ആയോഗിൻ്റെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൽ ഒന്നാമതുള്ള സംസ്ഥാനം ഏതാണ്? ഉത്തരം അത് നമ്മുടെ കേരളം ആണ്. കേരളമാണ് ശരിയായ ഉത്തരം. 14ാമത്തെ ചോദ്യവും, എല്ലാ വർഷവും സംവിധാൻ ഹത്യാ ദിവസ് ആയി ആചരിക്കുന്നത് എന്നാണ്? എല്ലാ വർഷവും സംവിധാൻ ഹത്യാ ദിവസ് ആയി ആചരിക്കുന്നത് എന്നാണ്? ശരിയായ ഉത്തരം ജൂൺ 25-ാം തീയതി. സംവിധാൻ ഹത്യാ ദിവസ് ജൂൺ 25. അടുത്ത 15ാമത്തെ ചോദ്യം, മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാനായി ആരംഭിച്ച ടോൾ ഫ്രീ ഹെൽപ്പ് ലൈൻ നമ്പർ ഏതാണ്? ഉത്തരം 1933. ഉത്തരം 1933 എന്നാണ്. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അടുത്ത ചോദ്യം 16ാമത്തെ ചോദ്യമാണ്. ന്യൂയോർക്ക് ടൈംസ് 2025 പുറത്തിറക്കിയ സ്റ്റൈൽ പട്ടികയിൽ ഇടം നേടിയ ബോളിവുഡ് താരം ഏതാണ്? നമ്മളിത് നമ്മുടെ കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. കറണ്ട് അഫയേഴ്സ് ഹാജാസ് ക്ലാസ്സസിലെ കറണ്ട് അഫയേഴ്സ് 2025-26 കംപ്ലീറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട്. പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്, കാണാൻ വേണ്ടി ശ്രമിക്കുക. ശരിയായ ഉത്തരം ഷാരൂഖ് ഖാൻ ആണ്. ഷാരൂഖ് ഖാൻ. അടുത്ത ചോദ്യത്തിലേക്ക്, സൂപ്പർ സോണിക് മിസൈലായ ബ്രഹ്മോസിന്റെ നിർമ്മാണ യൂണിറ്റ് കേന്ദ്രം കേരളത്തിൽ ഏത് ജില്ലയിലാണ് ആരംഭിക്കുന്നത്? ഈ ചോദ്യവും നമ്മുടെ കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ്സിൽ വന്നിട്ടുണ്ട്. ഉത്തരം തിരുവനന്തപുരം ആണ്. തിരുവനന്തപുരത്ത് ഏത് സ്ഥലത്താണ് എന്നതും നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കാട്ടാക്കട ഒരു പ്ലേസ് കൂടെ പറഞ്ഞിട്ടുണ്ട്. നെട്ടുകാൽത്തേരി. അത് തന്നെ. ഡെങ്കിപ്പനിയെ പ്രതിരോധിക്കുന്ന ഒറ്റ ഡോസ് വാക്സിന് അംഗീകാരം നൽകിയ ലോകത്തിലെ ആദ്യത്തെ രാജ്യം ഏതാണ്? ഉത്തരം ബ്രസീലാണ്. ശരിയായ ഉത്തരം ബ്രസീലാണ്. 19ാമത്തെ ചോദ്യം, സേവാ തീർത്ത് ഏത് ഭരണാധികാരിയുടെ ഓഫീസ് സമുച്ചയത്തിന് നൽകിയ പേരാണ്? ഉത്തരം പ്രധാനമന്ത്രി. ശരിയായ ഉത്തരം പ്രധാനമന്ത്രിയുടെ ഓഫീസ് സമുച്ചയത്തിന് കൊടുത്തിരിക്കുന്ന പേരാണ് സേവാ തീർത്ത്. 20ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. 20ാമത്തെ ചോദ്യം, ഇന്ത്യൻ ക്രിക്കറ്റ് താരമായ വിരാട് കോഹ്ലി തൻ്റെ 52ാമത്തെ ഏകദിന സെഞ്ചുറി നേടി റെക്കോർഡിട്ടത് ഏത് രാജ്യത്തിനെതിരായ മത്സരത്തിലായിരുന്നു? ഉത്തരം സൗത്ത് ആഫ്രിക്ക. ഉത്തരം സൗത്ത് ആഫ്രിക്ക. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ തുരങ്കപാത ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ തുരങ്കപാത ഏതാണ്? ഉത്തരം കുതിരാൻ തുരങ്കം. ഉത്തരം കുതിരാൻ തുരങ്കം എന്നാണ്. അടുത്ത ചോദ്യത്തിലേക്ക്, ദേശീയപാത 544 544 ബന്ധിപ്പിക്കുന്ന കേരളത്തിലെ പട്ടണങ്ങൾ. ദേശീയപാത 544 ബന്ധിപ്പിക്കുന്ന കേരളത്തിലെ പട്ടണങ്ങൾ. അപ്പം അത് പാലക്കാടുണ്ട്, തൃശ്ശൂർ കൊടുത്തിട്ടുണ്ട്, കൊച്ചിയുണ്ട്, കോഴിക്കോടുണ്ട്. ഏതൊക്കെ പട്ടണങ്ങളെയാണ് ഇത് ബന്ധിപ്പിക്കുന്നത് എന്നതാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ഉത്തരം പറയാം. ഇത് 22ാമത്തെ ചോദ്യമാണ്. ഇത് ഏതൊക്കെയാണ് ബന്ധിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ പറയണം. പാലക്കാട്, തൃശ്ശൂർ, അതേപോലെ കൊച്ചി. ഇത് മൂന്നിനെയുമാണ് ബന്ധിപ്പിക്കുന്നത്. ഓക്കെ, 1, 2, 3. ഓക്കെ, 1, 2, 3 ആണ്. കോഴിക്കോട് ബന്ധിപ്പിക്കുന്നില്ല. അടുത്ത ചോദ്യത്തിലേക്ക് വരികയാണ്. 23, മായന്നൂരിൽ വെച്ച് ഭാരതപ്പുഴയിൽ ലയിക്കുന്ന പോഷക നദി ഏതാണ്? മായന്നൂരിൽ വെച്ച് ഭാരതപ്പുഴയിൽ ലയിക്കുന്ന പോഷക നദി ഏതാണ്? 23ാമത്തെ ചോദ്യം. ഉത്തരം ഗായത്രിപ്പുഴ. ഉത്തരം ഗായത്രിപ്പുഴ. മായന്നൂരിൽ വെച്ച് ഭാരതപ്പുഴയിൽ ലയിക്കുന്ന പോഷക നദിയാണ് ഗായത്രിപ്പുഴ. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏത് പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ ആപ്തവാക്യമാണ് കേരളത്തിൻ്റെ കെട്ടുറപ്പ്? കേരളത്തിൻ്റെ കെട്ടുറപ്പ് എന്ന് പറയുന്നത് കേരളത്തിലെ ഏത് പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ ആപ്തവാക്യമാണ്? ഉത്തരം മലബാർ സിമന്റ് ലിമിറ്റഡിൻ്റെ ആപ്തവാക്യമാണ്. അടുത്ത ചോദ്യത്തിലേക്ക്, മലബാർ സിമന്റ്സ് ലിമിറ്റഡിൻ്റെ ആസ്ഥാനം എവിടെയാണ്? മലബാർ സിമന്റ്സ് ലിമിറ്റഡിൻ്റെ ആസ്ഥാനം വാളയാർ. എവിടെയാണ്? വാളയാർ. അടുത്ത ചോദ്യത്തിലേക്ക് വരുന്നു. 25, കേരള സ്റ്റേറ്റ് ഇലക്ട്രോണിക്സ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് വ്യാപകമായി
അറിയപ്പെടുന്ന പേര് എന്താണ്? കേരള സ്റ്റേറ്റ് ഇലക്ട്രോണിക്സ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് വ്യാപകമായി അറിയപ്പെടുന്ന പേര് എന്താണ്? ഉത്തരം കെൽട്രോൺ എന്നാണ്. വ്യാപകമായി അറിയപ്പെടുന്ന പേരാണ് കെൽട്രോൺ. 27ാമത്തെ ചോദ്യമാണ്. തിരുവിതാംകൂറിലെ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് 1750 ജനുവരി 3 തൃപ്പടിദാനം നടത്തിയ രേഖകളിൽ തിരുവിതാംകൂറിന്റെ അതിർത്തി കവണാർ ആയിരുന്നതായി പറയുന്നു. കവണാർ ഇപ്പോൾ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം മീനച്ചലാർ എന്ന പേരിലാണ്. അപ്പോൾ കവണാർ എന്ത് പേരിലാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്? ഉത്തരം മീനച്ചലാർ എന്ന പേരിലാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. 28ാമത്തെ ചോദ്യം. ഏതൊക്കെ ജില്ലകളുടെ അതിർത്തിയിലായി സ്ഥിതി ചെയ്യുന്ന വിനോദസഞ്ചാര കേന്ദ്രമാണ് വാഗമൺ എന്ന് പറയുന്നത്? ഉത്തരം കോട്ടയം, ഇടുക്കി. അപ്പോൾ ഏതൊക്കെ ജില്ലയുടെ അതിർത്തിയിലാണ് ഈ വാഗമൺ എന്ന് പറയുന്ന വിനോദസഞ്ചാര കേന്ദ്രമുള്ളത്? ഉത്തരം ഇടുക്കി, കോട്ടയം. 29. ആൽഫ്രഡ് ജോർജ് ബേക്കർ ഒരു റബ്ബർ എസ്റ്റേറ്റിൽ 1847 സ്ഥാപിച്ച പക്ഷി സങ്കേതം ഇപ്പോൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ആ പക്ഷി സങ്കേതം ഇപ്പോൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം കുമരകം പക്ഷി സങ്കേതം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. 30ാമത്തെ ചോദ്യം. പ്രശസ്ത ശില്പി കാനായി കുഞ്ഞിരാമൻ പണിതീർത്ത അമ്മയും കുഞ്ഞും എന്ന ശില്പം ഏത് ബീച്ചിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം പയ്യാമ്പലം ബീച്ച്. പ്രശസ്തനായ കേരളത്തിലെ കാനായി കുഞ്ഞിരാമൻ എന്ന ഒരു ശില്പി പണിതീർത്ത അമ്മയും കുഞ്ഞും എന്ന ശില്പം സ്ഥിതി ചെയ്യുന്ന ബീച്ച് ഏതാണ്? ഉത്തരം പയ്യാമ്പലം ബീച്ച്. ലക്ഷദ്വീപ് സമൂഹത്തിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ആന്ത്രോത്ത് ദ്വീപ്, അമിനി ദ്വീപ്, എലഫന്റ ദ്വീപ്, മിനിക്കോയ് ദ്വീപ്. ഇതിലേതാണ് ലക്ഷദ്വീപ് സമൂഹത്തിൽ ഉൾപ്പെടാത്തത്? ഉത്തരം എലഫന്റ ദ്വീപ് ലക്ഷദ്വീപ് സമൂഹത്തിൽ ഉൾപ്പെടാത്തതാണ്. 32. ധാതുക്കളുടെ ഹൃദയഭൂമി എന്നറിയപ്പെടുന്നത് ഏതാണ്? ഉത്തരം ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി. അപ്പോൾ ധാതുക്കളുടെ ഹൃദയഭൂമി ആവർത്തന ചോദ്യമാണ്. ധാതുക്കളുടെ ഹൃദയഭൂമി എന്നറിയപ്പെടുന്നത് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി ആണ്. ശരിയായ ഉത്തരം അതാണ്. എക്സാം എഴുതി കഴിയുമ്പോൾ എല്ലാവരും നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് കമൻറ്റ് ചെയ്യണം. ഈ സെഷനെ കുറിച്ചുള്ള അഭിപ്രായവും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അടുത്തത്, പരുത്തി ഉൽപാദനത്തിൽ ഒന്നാമതുള്ള ഇന്ത്യയുടെ സംസ്ഥാനം ഏതാണ്? പരുത്തി ഉൽപാദനത്തിൽ ഒന്നാമതുള്ള ഇന്ത്യയുടെ സംസ്ഥാനം ഏതാണ്? 33ാമത്തെ ചോദ്യം. ഉത്തരം ഗുജറാത്ത് ആണ് പരുത്തി ഉൽപാദനത്തിൽ ഇന്ത്യയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം. തേയില, കാപ്പി, സുഗന്ധദ്രവ്യങ്ങൾ, ഉഷ്ണമേഖലാ പഴവർഗ്ഗങ്ങൾ എന്നിവയുടെ കൃഷിക്ക് ഏറ്റവും യോജിച്ച മണ്ണ് ഏതാണ്? ഉത്തരം പർവ്വത മണ്ണ്. ഉത്തരം ശരിയായ ഉത്തരം പർവ്വത മണ്ണാണ്. തേയില, കാപ്പി, സുഗന്ധദ്രവ്യങ്ങൾ, ഇത് ഉഷ്ണമേഖല പഴവർഗ്ഗങ്ങൾ ഇവയുടെ കൃഷിക്ക് ഏറ്റവും യോജിച്ച മണ്ണ്. അടുത്ത 35ാമത്തെ ചോദ്യം. നീലഗിരി, പളനി, ആനമല നിരകളിലെ ഉപോഷ്ണ സസ്യജാലങ്ങൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം ചോലവനങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. നീലഗിരി, പളനി, ആനമല നിരകളിലെ ഉപോഷ്ണ സസ്യജാലങ്ങൾ ചോലവനങ്ങൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. 36ാമത്തെ ചോദ്യം. സാരേ ജഹാംസെ അച്ഛ എന്ന ദേശഭക്തി ഗാനം രചിച്ചത് ആരാണ്? 36. ശരിയായ ഉത്തരം മുഹമ്മദ് ഇക്ബാലാണ് സാരേ ജഹാംസെ അച്ഛ എന്ന ദേശഭക്തി ഗാനം രചിച്ചത്. അടുത്ത ചോദ്യം. ഭൂമിയിൽ നിന്ന് ഏറ്റവും അകലെയായി ഇന്ത്യൻ ഗവേഷകർ കണ്ടെത്തിയ താരാപഥത്തിന് നൽകിയ പേര് എന്താണ്? ഉത്തരം ഇത് നമ്മുടെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിൽ ഇൻറ്ററാക്റ്റീവ് പാനൽ വെച്ച് പഠിപ്പിച്ച കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ്സിലുണ്ട്. അളകനന്ദ എന്നതാണ് ശരിയായ ഉത്തരം. അളകനന്ദ ശരിയായ ഉത്തരം. കറണ്ട് അഫയേഴ്സ് നിങ്ങൾ കൃത്യമായി ഫോളോ ചെയ്താൽ നമുക്കറിയാം ഹാജാസ് ക്ലാസ്സസിൽ ഇപ്പോൾ കൃത്യമായി എല്ലാ ദിവസങ്ങളിലും ക്ലാസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. കറണ്ട് അഫയേഴ്സ് സീരീസ് ആയി കിട്ടുന്നുണ്ട്. അതുപോലെ മാസ്റ്റർ ക്ലാസ് കിട്ടുന്നുണ്ട്. ടോപ്പിക് ക്ലാസ്സിനെയാണ് മാസ്റ്റർ ക്ലാസ് എന്ന് പറയുക. കമ്പനി ബോർഡ്, LGS, ബെവ്കോ, VFA, CPO, ഡിഗ്രി ലെവൽ എല്ലാ പരീക്ഷകൾക്കും ഉപകരിക്കുന്നതാണ് ഈ മാസ്റ്റർ ക്ലാസ്. കറണ്ട് അഫയേഴ്സും അങ്ങനെ തന്നെയാണ്. പിന്നെ മൺഡേ അതുപോലെ തന്നെ വ്യാഴം
തേഴ്സ്ഡേ ദിവസങ്ങളിൽ എന്ത് കിട്ടുന്നുണ്ട്? സയൻസിൻ്റെ ടോപ്പിക് ക്ലാസ് കിട്ടുന്നുണ്ട്. ഇനി മാത്സിൻ്റെ ക്ലാസ് നമ്മൾ തുടങ്ങാൻ വേണ്ടി പോവുകയാണ്. അത് ടോപ്പിക് ക്ലാസ് തുടങ്ങാൻ പോവുകയാണ്. സയൻസിന് ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ടിരുന്ന ഫോളോ ചെയ്തിരുന്ന ഒരു ചാനലിലാണ് ഇപ്പോൾ നമ്മൾ വീണ്ടും ക്ലാസ്സുകളൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത്. 38ാമത്തെ ചോദ്യം, 2026 G20 ഉച്ചകോടിക്ക് അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന രാജ്യം ഏതാണ്? ഉത്തരം നമ്മൾ പറയേണ്ടത് ഏതാണ്? അമേരിക്കയാണ്, USA ആണ് G20. ഇത് നമ്മുടെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലുണ്ട്. ഒരു ടീമിൽ 11 കളിക്കാർ വീതമുള്ള കായിക ഇനത്തിന് ഉദാഹരണമല്ലാത്തത് ഏതാണ്? ഉത്തരം നമ്മൾ പറയേണ്ടത് ബേസ്ബോൾ എന്നാണ്. ഒരു ടീമിൽ 11, ഹോക്കി, ഫുട്ബോള്, ക്രിക്കറ്റ് ഇതിലെല്ലാം തന്നെയും 11 കളിക്കാർ വേണം. എന്നാൽ 11 കളിക്കാർ വേണ്ടാത്ത ഒരു കളിയാണ് ബേസ്ബോള്. ശ്രദ്ധിക്കുക, ഒരു ടീമിൽ 11 കളിക്കാർ വീതമുള്ള കായിക ഇനത്തിന് ഉദാഹരണമല്ലാത്തത് ഈ കൊടുത്തിരിക്കുന്നതിൽ ബേസ്ബോൾ ആണ്. ബേസ്ബോളിൽ ഒരു ടീമിൽ 5 പേരാണ് വേണ്ടത്. അങ്ങനെ 2 ടീമിലായിട്ട് 10 കളിക്കാരാണ് കളി നടക്കാൻ വേണ്ടിയിട്ട് അവിടെ വേണ്ടത്. ഒരു ടീമിൽ 5 പേര് വെച്ച് 2 ടീമിൽ 10 പേര് വേണം. അടുത്ത ചോദ്യം 40, താഴെ പറയുന്നവയിൽ മഹാകവി വള്ളത്തോൾ നാരായണമേനോന്റെ കൃതി അല്ലാത്തത് ഏതാണ്? ഉത്തരം രാത്രിമഴ. ഉത്തരം രാത്രിമഴ ആരുടേതല്ല? മഹാകവി വള്ളത്തോൾ നാരായണമേനോൻ്റെതല്ല. കൊച്ചു സീത, ബദിരവിലാസം, ഋതുവിലാസം ഇതെല്ലാം മഹാകവി വള്ളത്തോൾ നാരായണമേനോന്റെ കൃതികളിൽ ഉൾപ്പെടുന്നതാണ്. 40ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ മഹാകവി വള്ളത്തോൾ നാരായണമേനോന്റെ കൃതി അല്ലാത്തത് രാത്രിമഴയാണ്. രാത്രിമഴ സുഗതകുമാരിയാണ്. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോകുന്നു. 41, ലോയൽ മുഹമ്മദൻസ് ഓഫ് ഇന്ത്യ, ലോയൽ മുഹമ്മദൻസ് ഓഫ് ഇന്ത്യ എന്ന പത്രം രചിച്ചത് ആരാണ്? 41ാമത്തെ ചോദ്യം, ഉത്തരം എന്ന് പറയുന്നത് സർ സയ്യിദ് അഹമ്മദ് ഖാൻ. ശരിയായ ഉത്തരം എന്ന് പറയുന്നത് സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. 42ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. തിയോസഫിക്കൽ സൊസൈറ്റി സ്ഥാപിച്ചത് ഏത് രാജ്യത്താണ്? ഏത് രാജ്യത്താണ് തിയോസഫിക്കൽ സൊസൈറ്റി സ്ഥാപിച്ചത്? ഉത്തരം നമ്മൾ പറയേണ്ടത് ഉത്തരം അമേരിക്കയിലാണ് തിയോസഫിക്കൽ സൊസൈറ്റി സ്ഥാപിച്ചത്. തിയോസഫിക്കൽ സൊസൈറ്റിയെക്കുറിച്ച് വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം, അതറിയേണ്ടതാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദം വഹിച്ച ആദ്യത്തെ വനിത ആരാണ്? 43ാമത്തെ ചോദ്യമാണ്. ശരിയായ ഉത്തരം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനം വഹിച്ച ആദ്യത്തെ വനിതയാണ് ആനി ബസന്റ്. അപ്പോൾ അടുത്ത 44, സ്വാതന്ത്ര്യ സമര കാലത്തെ വിവിധ സംഭവങ്ങൾ, വർഷങ്ങൾ എന്നിവയുടെ പട്ടിക നൽകുന്നു. മുസ്ലിം ലീഗ് രൂപവൽക്കരണം 1906 ശരിയാണോ അല്ലയോ എന്ന് നിങ്ങൾ പറയണം. അത് നമുക്കെല്ലാവർക്കും അറിയാം, അത് ശരിയായ പ്രസ്താവനയാണ്. കോൺഗ്രസിലെ പിളർപ്പ് INC പഠിക്കുമ്പോൾ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു വർഷമാണ് 1907. മിൻഡോ മോർലി ഭരണപരിഷ്കാരം 1909, ലക്നൗ കരാറ്, എല്ലാം ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഈ കൊടുത്തിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും തന്നെ ശരിയായ പ്രസ്താവനകൾ ആണ്. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോകുന്നു. അമേരിക്കയിൽ രൂപം കൊണ്ട ഇന്ത്യൻ വിപ്ലവ പ്രസ്ഥാനം ഏതാണ്? അമേരിക്കയിൽ രൂപം കൊണ്ട ഇന്ത്യൻ വിപ്ലവ പ്രസ്ഥാനമാണ് ഗദ്ദാർ പാർട്ടി. ഗദ്ദാർ വിപ്ലവം, ഗദ്ദാർ പാർട്ടി. അടുത്തത്, പഞ്ചശീല തത്വങ്ങൾ എന്തുമായി ബന്ധപ്പെട്ടതാണ്? പഞ്ചശീല തത്വങ്ങൾ എന്തുമായി? ഇന്ത്യ ചൈന വിദേശ നയവുമായി ബന്ധപ്പെട്ടതാണ്. 5 കാര്യങ്ങളിലാണ്. ഓക്കെ, നമ്മൾ വേറൊരു മോക്ക് ടെസ്റ്റിൻ്റെ ക്ലാസ്സിൽ 5000+ ഫാക്ട് എന്ന് പറഞ്ഞ ക്ലാസ്സിൽ കൊണ്ടുവന്നിട്ടുണ്ട്. നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ലക്ഷ്യമല്ലാത്തത് ഏതാണ്? 47. ഇതിൽ കുറഞ്ഞ ചിലവിൽ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുക, വായന വളർത്തുക, ഇന്ത്യൻ പുസ്തകങ്ങൾ സ്വദേശത്തും വിദേശത്തും പ്രോത്സാഹിപ്പിക്കുക, ഇന്ത്യൻ ഭാഷാ സാഹിത്യത്തെ വളർത്തുക. നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തതെന്ന് പറഞ്ഞാൽ ഈ D ആണ്. ഇന്ത്യൻ ഭാഷാ സാഹിത്യത്തെ വളർത്തുക എന്നത് അവരുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെട്ടതല്ല. വിദ്യാഭ്യാസത്തെ സംസ്കാരവുമായി ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപവൽക്കരിച്ച സ്ഥാപനം ഏതാണ്? 48ാമത്തെ ചോദ്യം, സെൻറ്റർ ഫോർ കൾച്ചറൽ റിസോഴ്സസ് ആൻഡ് ട്രെയിനിങ്. അപ്പോൾ വിദ്യാഭ്യാസത്തെ സംസ്കാരവുമായി ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപവൽക്കരിച്ച സ്ഥാപനമാണ് സെൻറ്റർ ഫോർ കൾച്ചറൽ റിസോഴ്സസ് ആൻഡ് ട്രെയിനിങ്. അടുത്തത് 49ാമത്തെ ചോദ്യം, സമഗ്ര ശിക്ഷാ അഭിയാൻ പദ്ധതി രാജ്യത്ത് നടപ്പാക്കാൻ തുടങ്ങിയ വർഷം ഏതാണ്? ഉത്തരം 2018
സമഗ്ര ശിക്ഷാ അഭിയാൻ പദ്ധതി രാജ്യത്ത് നടപ്പാക്കാൻ തുടങ്ങിയത്? 49 ശാസ്ത്ര സാമഗ്രികളുടെയും വിജ്ഞാനത്തിൻ്റെയും കാര്യത്തിൽ പാശ്ചാത്യ രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കണം എന്ന കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചത് ആരാണ്? ശരിയായ ഉത്തരം ജവഹർലാൽ നെഹ്റു. ശാസ്ത്ര സാമഗ്രികളുടെയും വിജ്ഞാനത്തിൻ്റെയും കാര്യത്തിൽ നമ്മൾ പാശ്ചാത്യ രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് നന്നായി കുറയ്ക്കണം എന്ന് പറഞ്ഞത് ജവഹർലാൽ നെഹ്റു ആണ്. മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ അവയുടെ സംരക്ഷണാർത്ഥം ഉത്തരവുകൾ പുറപ്പെടുവിക്കുന്ന സുപ്രീം കോടതിയുടെ അധികാരം ഏത് ഇനത്തിലാണ് പെടുന്നത്? 51-ാമത്തെ ചോദ്യം. റിട്ട് അധികാരത്തിലാണ് അത് പെടുന്നത്. റിട്ട് അധികാരം. സുപ്രീം കോടതി ജഡ്ജിമാരുടെ ഔദ്യോഗിക കാലയളവ് എത്രയാണ്? ഉത്തരം 65 വയസ്സുവരെ. ഉത്തരം 65 വയസ്സുവരെ. 53-ാമത്തെ ചോദ്യം ഇങ്ങനെയാണ്. ശരിയായ പ്രസ്താവന ഏതാണ്? മന്ത്രിസഭയുടെ തലവൻ പ്രധാനമന്ത്രിയാണ്. സർവ സൈന്യാധിപനായി അറിയപ്പെടുന്നത് പ്രധാനമന്ത്രി. രാഷ്ട്രപതി രാജി നൽകേണ്ടത് പ്രധാനമന്ത്രിക്ക്. പ്രധാനമന്ത്രിയെ നിയമിക്കുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. 53-ൽ ശരിയായ പ്രസ്താവന ഏത്? അപ്പോൾ നമ്മൾ ശരിയായ പ്രസ്താവന മന്ത്രിസഭയുടെ തലവൻ പ്രധാനമന്ത്രിയാണ് എന്നതാണ് ശരിയായ പ്രസ്താവന. ബാക്കിയെല്ലാം തെറ്റായ പ്രസ്താവനകളാണ്. അതിദൃഢമായ ഭേദഗതി വ്യവസ്ഥയുള്ള വിഷയം എന്നതിന് ഉദാഹരണം ഏതാണ്? 54-ാമത്തെ ചോദ്യമാണ്. സി ആണ് ശരിയായ ഉത്തരം. ജനപ്രാതിനിധ്യ നിയമം എന്നതാണ് ശരിയായ ഉത്തരം. 54 ശരിയായ ഉത്തരം. 55 മന്ത്രിയല്ലാത്ത പാർലമെന്റ് അംഗം അവതരിപ്പിക്കുന്ന ബില്ല് ഏതാണ്? മന്ത്രിയല്ലാത്ത പാർലമെന്റ് അംഗം അവതരിപ്പിക്കുന്ന ബില്ല് ഏതാണ്? ഉത്തരം സ്വകാര്യ ബില്ല്. ഉത്തരം സ്വകാര്യ ബില്ലാണ് ശരിയായ ഉത്തരം. 55 രാഷ്ട്രീയ പാർട്ടികൾ തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്യേണ്ടത് ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ്? രാഷ്ട്രീയ പാർട്ടികൾ തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്യേണ്ടത് ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ്? 56-ാമത്തെ ചോദ്യമാണ്. ശരിയായ ഉത്തരം എന്ന് പറയുന്നത് 1951-ലെ ജനപ്രാതിനിധ്യ നിയമപ്രകാരം. 1951-ലെ ജനപ്രാതിനിധ്യ നിയമപ്രകാരമാണ് രാഷ്ട്രീയ പാർട്ടികൾ തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്യേണ്ടത്. അടുത്ത ചോദ്യം. ഏത് സാമൂഹിക പരിഷ്കർത്താവുമായി ബന്ധപ്പെട്ടതാണ് കല്ലുമാല സമരം? കല്ലുമാല സമരം അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ടതാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചോദ്യമാണ്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. തന്നിരിക്കുന്നവയിൽ ചട്ടമ്പി സ്വാമികൾക്ക് നൽകപ്പെട്ട ആദര സൂചകമായ വിളിപ്പേരുകളിൽ ഉൾപ്പെടാത്തത്? റിപ്പീറ്റഡ് ചോദ്യമാണ്. 58-ാമത്തെ ചോദ്യം. ഉത്തരം ഇവിടെ വിദ്യാധിരാജൻ അദ്ദേഹത്തിൻ്റെ പേരാണ്. ഷൺമുഖദാസൻ അദ്ദേഹത്തിൻ്റെ പേരാണ്. ശ്രീ ഭട്ടാരകൻ അദ്ദേഹത്തിൻ്റെ പേരാണ്. ഇവിടെ ഉത്തരം എന്ന് പറഞ്ഞാൽ പെരിയ സ്വാമി അദ്ദേഹത്തിൻ്റെ പേരുകളിൽ പെട്ടതല്ല. അടുത്ത ചോദ്യത്തിലേക്ക്. 59 ഗാന്ധിജി തിരുവിതാംകൂറിലെ ഝാൻസി റാണി എന്ന് വിശേഷിപ്പിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ഗാന്ധിജി തിരുവിതാംകൂറിലെ ഝാൻസി റാണി എന്ന് വിശേഷിപ്പിച്ചത് അക്കമ്മ ചെറിയാനെയാണ്. അക്കമ്മ ചെറിയാൻ ശരിയായ ഉത്തരം. 60-ാമത്തെ ചോദ്യം. ചരിത്രത്തിൽ തുലാം 10 സമരം എന്ന് അറിയപ്പെടുന്നത് ഏതാണ്? ചരിത്രത്തിൽ തുലാം 10 സമരം എന്നറിയപ്പെടുന്നത് പുന്നപ്ര വയലാർ സമരം. തുലാം 10 സമരം പുന്നപ്ര വയലാർ സമരം. പാലായന പ്രവേഗവുമായി ബന്ധമില്ലാത്തത്? പാലായന പ്രവേഗം ഓപ്ഷനുകൾ നോക്കുക. ആരം, പിണ്ഡം, ഭൂരിത്വം മൂലമുള്ള ത്വരണം ഇതൊന്നുമല്ല. അപ്പോൾ ഇതിലെ പാലായന പ്രവേഗവുമായി ബന്ധമില്ലാത്തത് ഏതാന്ന് ചോദിച്ചാൽ ഉത്തരം പറയണം. അത് പിണ്ഡം. മാസിന് പാലായന പ്രവേഗവുമായി ബന്ധമില്ല. റേഡിയോ ആക്റ്റീവായ ആൽക്കലി ലോഹം ഏതാണ്? ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ഫ്രാൻഷ്യം ആണ് ശരിയായ ഉത്തരം. ഫ്രാൻഷ്യം. അടുത്ത ചോദ്യം 63 ആൽഫ ഇന്റർഫെറോണുകളുടെ ഉപയോഗം എന്താണ്? ആൽഫ ഇന്റർഫെറോണുകളുടെ ഉപയോഗം എന്താണ്? ഉത്തരം ഇവിടെ 4 ഓപ്ഷനുകൾ നോക്കാം. ഹൃദയമിടിപ്പ് ക്രമമാകുന്നു, അതേപോലെ രോഗപ്രതിരോധ വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്നു, പ്രോട്ടീൻ നിർമ്മാണം വേഗത്തിലാക്കുന്നു, ഉപാപചയ നിരക്ക് കൂട്ടുന്നു. ഉത്തരം രോഗപ്രതിരോധ വ്യവസ്ഥയെ. ശരിയായ ഉത്തരം രോഗപ്രതിരോധ വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്നു എന്നതാണ് ആൽഫ ഇന്റർഫെറോണുകളുടെ ഉപയോഗം. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. അടുത്ത ചോദ്യം 64 പൊട്ടൻഷ്യൽ വ്യത്യാസത്തിൻ്റെ യൂണിറ്റ് ഏതാണ്? പൊട്ടൻഷ്യൽ വ്യത്യാസത്തിൻ്റെ യൂണിറ്റ് ആണ്
വോൾട്ട്. എല്ലാ യൂണിറ്റുകളും കൃത്യമായി പഠിക്കുക. പൊട്ടൻഷ്യൽ വ്യത്യാസത്തിൻ്റെ യൂണിറ്റൊക്കെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, പഠിക്കണം. നിങ്ങളുടെ മാർക്ക് എക്സാം കഴിഞ്ഞിട്ട് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഈ ഒരു സെഷൻ വേണോ വേണ്ടയോ എന്നൊക്കെ നിങ്ങൾ രേഖപ്പെടുത്തുക. അടുത്തത്, പതിമുഖം വെള്ളത്തിൽ ആസിഡ് ചേർന്നാൽ എന്ത് നിറം കിട്ടും? പതിമുഖം എന്ന് പറയുന്നൊരു വെള്ളം ഉണ്ടല്ലോ നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന, അതിൽ ആസിഡ് ചേർന്നാൽ എന്ത് നിറം കിട്ടും എന്നതാണ് ചോദ്യം. അവിടെ ശരിയായ ഉത്തരം മഞ്ഞ നിറം കിട്ടും. 66-ാമത്തേത്, ശരീരത്തിൽ കാൽസ്യം കൊണ്ടുള്ള ധർമ്മങ്ങൾ എന്തെല്ലാം? കാൽസ്യത്തിൻ്റെ ജോലികൾ ഏതെല്ലാം എന്നതാണ് ചോദ്യം. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്നു. ശരിയാണ്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന മൂലകം ഏതെന്ന് ചോദിച്ചാൽ അത് കാൽസ്യമാണ് എന്ന് ഉത്തരം പറയാം. എന്നാൽ നാഡീ ആവേഗങ്ങൾ സംപ്രേഷണം ചെയ്യാൻ സഹായിക്കുന്നു. ശരിയാണ്. കോശങ്ങൾ ഓക്സിജൻ സ്വീകരിക്കാൻ സഹായിക്കുന്നു എന്ന് പറഞ്ഞൊരു ഇതുണ്ട്, അത് തെറ്റാണ്. വൈറ്റമിൻ B12 ആഗിരണം ഉറപ്പാക്കുന്നു, അതും ശരിയാണ്. അപ്പോൾ ഇവിടെ 1, 2, 4 ശരി. 1, 2, 4 ശരിയായിട്ടുള്ളത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോകുന്നു. കാൽസ്യത്തിൻ്റെ ജോലികളാണ് പറഞ്ഞത്. ഗ്രഹചലനവുമായി ബന്ധപ്പെട്ട ചലന നിയമങ്ങൾ ആവിഷ്കരിച്ചത് ആരാണ്? 67-ാമത്തെ ചോദ്യം. 67 കെപ്ലറാണ്. കെപ്ലർ, ജോഹാൻസ് കെപ്ലർ ആണ് ഗ്രഹചലനവുമായി ബന്ധപ്പെട്ട ചലന നിയമങ്ങൾ ആവിഷ്കരിച്ചത്. 68 സിമ്പതറ്റിക് വ്യവസ്ഥയുടെ പ്രവർത്തനത്തിൽ ഉൾപ്പെടാത്തത് ഏതാണ്? സിമ്പതറ്റിക് വ്യവസ്ഥയുടെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടാത്തത് ഹൃദയമിടിപ്പ് സാധാരണ നിലയിലാകുന്നു എന്നതാണ്. മറ്റത് ഹൃദയമിടിപ്പ് സിമ്പതറ്റിക്കും പാരാസിമ്പതറ്റിക്കും ഉണ്ട്. പാരാസിമ്പതറ്റിക്കിലാണ് മുകളിൽ വരുന്നതെല്ലാം വരുന്നത്. അതിൽ ഉൾപ്പെടാത്തത് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. സൂര്യപ്രകാശ വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് സൂര്യപ്രകാശത്തിലൂടെ മാത്രമേ കിട്ടുള്ളൂ. അതുകൊണ്ട് സൂര്യപ്രകാശ വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ D ആണ്. ശരിയായ ഉത്തരം വൈറ്റമിൻ D ആണ്. 69 കഴിഞ്ഞു. 70 ക്യുക്ക് ലൈം എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ നമ്മൾ കമൻ്റ് ഇടാൻ വേണ്ടി പറഞ്ഞിരുന്ന ഒരു ചോദ്യമാണിത്. ക്യുക്ക് ലൈം എന്നറിയപ്പെടുന്ന ഏതാണ്? കാൽഷ്യം ഓക്സൈഡ്, CaO. ഇതാണ് ക്യുക്ക് ലൈം. നീറ്റുകക്ക എന്നറിയപ്പെടും. ആറ്റത്തിൻ്റെ ബില്യാർഡ് ബോൾ മോഡൽ അവതരിപ്പിച്ചത് ആരാണ്? ബില്യാർഡ് ബോൾ മോഡൽ അവതരിപ്പിച്ച ആളുടെ പേരാണ് ജോൺ ഡാൾട്ടൺ. ശരിയായ ഉത്തരം ഡാൾട്ടൺ. ഡാൾട്ടൺ അറ്റോമിക് തിയറിയുമുണ്ട്. ഗുരുത്വാകർഷണ ത്വരണത്തിൽ 3-ാം സ്ഥാനത്തുള്ള ഗ്രഹം ഏതാണ്? ഗുരുത്വാകർഷണ ത്വരണത്തിൽ 3-ാം സ്ഥാനത്തുള്ള ഗ്രഹം ഏതാണ്? ഉത്തരം ഭൂമിയാണ്. 3-ാം സ്ഥാനത്ത് ഗുരുത്വാകർഷണ ത്വരണത്തിൽ 3-ാം സ്ഥാനത്തുള്ള ഗ്രഹമാണ് ഭൂമി. അടുത്തത്, അലർജിക്കും വിഷവസ്തുക്കൾക്കെതിരായ പ്രവർത്തനത്തിലും ബി ലിംഫോസൈറ്റിൽ കാണപ്പെടുന്നതുമായ ഒരു ആൻറ്റിബോഡി ഉണ്ട്. അലർജിക്കും വിഷവസ്തുക്കൾക്കെതിരായി പ്രവർത്തിക്കുന്നതും ബി ലിംഫോസൈറ്റിൽ കാണപ്പെടുന്നതുമായ ഒരു ആൻറ്റിബോഡി ഏതാണ്? ശരിയായ ഉത്തരം IgD ആണ്. ശരിയായ ഉത്തരം IgD ആണ്. 74 നട്ടെല്ലിൻ്റെ ആദ്യ കശേരുവുമായി തലയോട് ചേരുന്ന ഭാഗത്ത് കാണപ്പെടുന്ന സന്ധി ഏതാണ്? ഉത്തരം കീലസന്ധിയാണ്. ശരിയായ ഉത്തരം കീലസന്ധിയാണ്. അടുത്തത് 75 നാഡീവ്യവസ്ഥയെ പ്രധാനമായും ത്വക്കിനെയും ഉപരിഭാഗത്തുള്ള നാഡികളെയും ബാധിക്കുന്ന രോഗം ഏതാണ്? 75 ഉത്തരം കുഷ്ഠരോഗം. നാഡീവ്യവസ്ഥയെ പ്രധാനമായും ത്വക്കിനെയും ഉപരിഭാഗത്തുള്ള നാഡികളെയും ബാധിക്കുന്ന രോഗമാണ് കുഷ്ഠരോഗം. 76-ാമത്തെ ചോദ്യം, ഒരു വസ്തുവിന് മുകളിലൂടെ മറ്റൊരു വസ്തു നിരങ്ങി നീങ്ങുമ്പോൾ വസ്തുക്കളുടെ ചലനത്തെ തടസ്സപ്പെടുത്തുന്ന ഒരു ബലമുണ്ട്. ഒരു വസ്തുവിൻ്റെ മുകളിലൂടെ മറ്റൊരു വസ്തു നീങ്ങുമ്പോൾ വസ്തുക്കളുടെ ചലനത്തെ തടസ്സപ്പെടുത്തുന്ന ബലം ഏതാണ്? ഉത്തരം ഫ്രിക്ഷൻ ആണ്, ഘർഷണ ബലം. അടുത്ത ചോദ്യം, കിരൺ, സൽകീർത്തി, അരുണ എന്നിവ ഏത് വിളയുടെ വിത്തിനങ്ങളാണ്? കിരൺ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് വെണ്ടയ്ക്ക. കിരൺ, അതേപോലെ സൽകീർത്തി, അരുണ എന്നിവ ഏത് വിളയുടെ വിത്തിനങ്ങളാണ്? വെണ്ടയ്ക്ക. വിത്തിനങ്ങളെക്കുറിച്ച് നമ്മൾ യൂട്യൂബിൽ ഒരു ക്ലാസ് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ന്യൂട്ടൺ എന്നത് എന്ത് അളക്കാനുള്ള ഏകകമാണ്? ന്യൂട്ടൺ എന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, ബലത്തിൻ്റെ യൂണിറ്റ് ആണ് ന്യൂട്ടൺ. 79 കാലാവസ്ഥാ ബലൂണുകളിൽ നിറയ്ക്കുന്ന ഉത്കൃഷ്ട വാതകം ഏതാണ്? ശരിയായ ഉത്തരം ഹീലിയം. കാലാവസ്ഥാ ബലൂണുകളിൽ നിറയ്ക്കുന്ന ഉത്കൃഷ്ടവാതകമാണ് ഹീലിയം. താഴെ പറയുന്നവയിൽ ഡിഫ്തീരിയ രോഗത്തിൻ്റെ നിർണയത്തിനായി നടത്തുന്ന ടെസ്റ്റ് ഏതാണ്? ഡിഫ്തീരിയ രോഗത്തിന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റാണ് ഷിക്ക് ടെസ്റ്റ്. എലൈസ ടെസ്റ്റ് ഏതിനു വേണ്ടിയിട്ടുള്ളതാണെന്ന് കമൻറ്റ് ചെയ്യുക.
എലൈസ ടെസ്റ്റ് ഏതിന് വേണ്ടിയിട്ടുള്ളതാണെന്ന് കമൻറ്റ് ചെയ്യുക. എല്ലാവരും എക്സാം എഴുതി കഴിഞ്ഞു. നിങ്ങളുടെ മാർക്ക് കൃത്യമായത് ഒട്ടും തന്നെ മടി വിചാരിക്കേണ്ട. നിങ്ങൾ കൃത്യമായിട്ട് മാർക്ക് എത്രയാണെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അടുത്ത ദിവസം വീണ്ടും ഇതേപോലെ ഒരു സെഷൻ ഉണ്ടാവും. നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.